ഓം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീമദ് ഭാഗവത ജ്ഞാനയജ്ഞം. ഭാഗവതം മൂലഗ്രന്ഥത്തിലെ ഓരോ ശ്ലോകങ്ങളെയും അർത്ഥം മനസ്സിലാക്കി പഠിച്ച് ആ ശ്ലോകങ്ങളെ ഭഗവാൻ ഭാഷ്യകാരൻ തുഞ്ചത്താചാര്യൻ എങ്ങനെ കിളിപ്പാട്ടിലേക്ക് ആവിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ള താരതമ്യ പഠനമാണ്. ദശമസ്കന്ധത്തിലെ ഒന്നാമത്തെ അധ്യായത്തിലെ 37 ശ്ലോകങ്ങൾ വരെ നാം മനസ്സിലാക്കി കഴിഞ്ഞു. 38ാമത് ശ്ലോകമാണ് അടുത്തത്. വസുദേവർ കോപാകുലനായ കംസനോട് അദ്ദേഹത്തെ സാന്ത്വനിപ്പിക്കാനായി പറയുന്നതാണ്. മൃത്യുർജന്മവതാം വീര ദേഹേന സഹജായതേ അദ്യ വാ അബ്ദശതാം ദേവാ മൃത്യുർവൈ പ്രാണിനാം ധ്രുവഃ. മൃത്യുജന്മവതാം വീര ദേഹേന സഹജായതേ അദ്യ വാ അബ്ദശതാം ദേവാ മൃത്യുർവൈ പ്രാണിനാം ധ്രുവഃ. മൃത്യുർജന്മവതാം വീര. വീര അല്ലയോ വീര. ജന്മവതാം ജനിച്ചവർക്ക് മൃത്യു മരണം. ദേഹേന സഹജായതേ ദേഹേന സഹ ശരീരത്തോടൊപ്പം തന്നെ ജായതേ ഉണ്ടാകുന്നു. വീര ജന്മവതാം മൃത്യുഹു ദേഹേന സഹ ജായതേ. അല്ലയോ വീര, ജന്മവതാം ജനിച്ചവർക്ക് മൃത്യുഹു മരണം ദേഹേന സഹ ശരീരത്തോടൊപ്പം തന്നെ ജനനത്തോടൊപ്പം തന്നെ ജായതേ ഉണ്ടാവുന്നു. അദ്യവാ ഇപ്പോഴോ അഥവാ അബ്ദശതാം ദേവാ 100 വർഷം കഴിഞ്ഞോ പ്രാണിനാം ജീവികൾക്ക് മൃത്യുഹു ധ്രുവ വൈ മരണം തീർച്ചപ്പെട്ട സംഗതിയാണ്. അദ്യവാ ഇപ്പോഴോ അഥവാ അബ്ദശതാം ദേവാ 100 വർഷം കഴിഞ്ഞോ. അബ്ദശതം അബ്ദം വർഷം, ശതം 100. അബ്ദശതം 100 വർഷത്തിന്റെ അന്ത്യത്തിലോ അബ്ദശതാം ദേവ 100 വർഷം കഴിഞ്ഞോ പ്രാണിനാം ജീവികൾക്ക് മൃത്യു മരണം ധ്രുവം തീർച്ചപ്പെട്ട സംഗതിയാണ്. മൃത്യുർ ജന്മവതാം വീര ദേഹേന സഹജായതേ അദ്യ വാ അബ്ദശതാം ദേവാ മൃത്യുർവൈ പ്രാണിനാം ധ്രുവഃ. അല്ലയോ വീര, ജനിച്ചവർക്ക് മരണം ശരീരത്തോടൊപ്പം തന്നെ ഉണ്ടാവുന്നു. ജനനത്തോടൊപ്പം തന്നെ മരണവുമുണ്ട്. അത് ഇപ്പോഴാണോ അതോ 100 വർഷം കഴിഞ്ഞിട്ടാണോ എന്നുള്ളത് എല്ലാ ജീവികൾക്കും ആ മരണം തീർച്ചപ്പെട്ട സംഗതിയാണ്. കംസനെ സാന്ത്വനിപ്പിക്കാനായി വസുദേവർ പറയുന്നതാണ്. ഈ ഭാഗത്തിനെ തുഞ്ചത്താചാര്യൻ കിളിപ്പാട്ടിലേക്ക് എങ്ങനെ ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് നോക്കാം. ഉത്ഭവിച്ചവർക്കുണ്ടോ മരണമില്ലായുന്നു, മർത്യന്മാർ കേജിൽ ജനിച്ചിടിനാൾ അപ്പോൾ തന്നെ മൃത്യുവിൻ വശം പ്രാപിച്ചിടുവോ. അതുമെന്നെ മധ്യമ വയസ്സി കേജിൽ മൃതി ഭവിക്കുന്നു. വൃദ്ധന്മാരായും മരിച്ചിടുന്നു ചിലരെല്ലാം. ആർക്കുമേ മരണമില്ലാതവരുലകിതിലോർക്കിലിങ്ങൊരുത്തരില്ലെന്നു മിക്കതും ചൊല്ലാം. ആർക്കുമേ
മരണമില്ലാതവരുലകിതിലോർക്കിലഞ്ഞ് ഒരുത്തരില്ലെന്നു മിക്കതും ചൊല്ലാം. സുതിയാം കാലം മുതലാദിയായി ഒരു 125 ആണ്ടിലേറെ ഇരിപ്പില്ലാർക്കും. സൂതിയാം കാലം മുതലാദിയായി ഒരു 125 ആണ്ടിലേറെ ഇരിപ്പിൽ ഇല്ലിരിപ്പാർക്കും മനുഷ്യർക്കഹോ. തത്തൽ പൂർവകർമ്മത്തിന് അവസാന കാലത്ത് മൃത്യു ഭവിക്കുന്നതും നിജമാതാവിനുദരത്തിൽ ഉത്ഭവിച്ചപ്പോൾ തന്നെ സാധാവിൻ നിയോഗം അത് അന്തരം വരായല്ലോ. ഹേതുവും മരണകാലത്തിങ്കൽ ഓരോ വിധം ജാതനായിടുമ്പോഴേ കൽപ്പിപ്പൊന്നത്രേ നൂനം. മൃത്യുർജന്മവതാം വീരഃ. ജന്മവതാം മൃത്യു ദേഹേന സഹ. ജനിച്ചവർക്ക് മരണം ശരീരത്തോടൊപ്പം തന്നെ, ജനനത്തോടൊപ്പം തന്നെ ജായതേ ഉണ്ടാവുന്നു. അതാണ് ഉത്ഭവിച്ചവർക്കുണ്ടോ മരണമില്ലായുന്നു. അത് അദ്യവാ അബ്ദശതാന്തേവാ മൃത്യുർവൈ പ്രാണിനാം ധ്രുവഃ. അദ്യവാ ഇപ്പോഴോ, അഥവാ അബ്ദശതാന്തേവാ ഒരു 100 വർഷം കൂടെ കഴിഞ്ഞിട്ടോ പ്രാണിനാം മൃത്യു ധ്രുവമൈ ജീവികൾക്ക് എങ്ങനെയാണെങ്കിലും മരണം തീർച്ചപ്പെട്ട സംഗതിയാണ്. അദ്യവാ ഇപ്പോഴോ, അബ്ദശതാന്തേവാ ഇനി 100 വർഷം കഴിഞ്ഞിട്ടോ എന്നുള്ള ഭാഗം മർത്യന്മാർ കേജിൽ ജനിച്ചിടിനാൾ അപ്പോൾ തന്നെ മൃത്യുവിൻ വശം പ്രാപിച്ചിടുന്നു. ജനിക്കുമ്പോ തന്നെ മരിക്കുന്നവരുണ്ട്. മധ്യമ വയസ്സി കേജിൽ പ്രതിഭവിക്കുന്നു. മധ്യമ വയസ്സ്, പകുതി വയസ്സാവുമ്പോൾ 50-60 വയസ്സൊക്കെ ആവുമ്പോൾ മരിച്ചു പോകുന്നു. വൃദ്ധന്മാരായും മരിച്ചിടുന്നു ചിലരെല്ലാം. വൃദ്ധന്മാരായിട്ട് 100 വർഷത്തോട് അടുത്ത ജീവിതകാലത്തിൽ മരിക്കുന്നു. ആർക്കുമേ മരണമില്ലാത്തവരുലകിതിലോർക്കിലിങ് ഒരുത്തരില്ലെന്നു മിക്കതും ചൊല്ലാം. ആർക്കുമേ മരണമില്ലാത്തവരായിട്ട് ഈ ഉലകത്തിൽ ആരുമില്ല. സുതിയാം കാലം മുതലാദിയായ ഒരു 125 ആണ്ടിലേറെ ഇല്ലിരിപ്പാർക്കും. സുതിയാം കാലം ഗർഭത്തിലെത്തി അന്നു മുതൽ 125 വർഷം, 125 വർഷത്തിന് മേലെ ആർക്കും ജീവിച്ചിരിക്കാൻ കഴിയില്ല മനുഷ്യർക്ക് എന്നാണ് ഇവിടെ പറയുന്നത്. അക്കാലത്ത് മനുഷ്യ ആയുസ് 125 ആയിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ആയുസ് പിന്നെ കുറഞ്ഞു വന്നു. മനുഷ്യായുസ് ഇപ്പോൾ 100 കണക്കൂട്ടുന്നത്. അതിലും താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് സൂതിയാം കാലം മുതലാദിയായ ഒരു 125 ആണ്ടിലേറെ ഇല്ലിരിപ്പാർക്കും മനുഷ്യർക്ക്. തത്തൽ പൂർവകർമ്മത്തിന് അവസാന കാലത്ത് മൃത്യു ഭവിക്കുന്നതും നിജമാതാവിൻ ഉദരത്തിൽ ഉത്ഭവിച്ചപ്പോൾ തന്നെ ധാതാവിൻ നിയോഗം അതന്തരം വരായല്ലോ. മാതാവിന്റെ ഉദരത്തിൽ ഗർഭസ്ഥനായി ഉത്ഭവിക്കുമ്പോൾ തന്നെ മൃത്യു ഭവിക്കുന്നത്, മൃത്യുവിന്റെ സംഭാവ്യതയെക്കുറിച്ച് ധാതാവിൻ നിയോഗമുണ്ട് എന്നാണ് പറയുന്നത്. ഹേതുവും മരണകാലത്തിങ്കൽ ഓരോ വിധം. മരണകാലത്തിൽ അതിന് കാരണമാകുന്നത് ഓരോ വിധമാണ്. വൃദ്ധനായിട്ട് മരിക്കാം,
രോഗം വന്ന് മരിക്കാം. ജാതനായി ഇടുമ്പോഴേ കൽപ്പിപ്പോന്നത്രേ നൂനം. ഇതെല്ലാം ജനന സമയത്ത് തന്നെ, ഗർഭസ്ഥനായിരിക്കുമ്പോൾ തന്നെ ധാതാവിൻ നിയോഗം. അത് അന്തരം വരായല്ലോ. ഇതാണ് 38ാമത് ശ്ലോകം. അതിന്റെ ആവിഷ്കാരവും മൃത്യുജന്മപദാം വീര ദേഹേന സഹജായതേ അദ്യവ അബ്ദശതാന്തേവ മൃത്യുർവൈ പ്രാണിനാം ധ്രുവഃ. അല്ലയോ വീര, ജനിച്ചവർക്ക് മരണം ശരീരത്തോടൊപ്പം തന്നെ ഉണ്ടാവുന്നു. ഇപ്പോഴോ അഥവാ 100 വർഷം കഴിഞ്ഞോ എപ്രകാരത്തിലായാലും ജീവികൾക്ക് മരണം തീർച്ചപ്പെട്ട സംഗതിയാണ്. ഉത്ഭവിച്ചവർക്കുണ്ടോ മരണമില്ലായുന്നു. മർത്യന്മാർ കേജിൽ ജനിച്ചിടിനാൽ അപ്പോൾ തന്നെ മൃത്യുവിൻ വശം പ്രാപിച്ചിടുവോറായി. അതുമെന്നേ മധ്യമ വയസ്സി കേജിൽ മൃതി ഭവിക്കുന്നു. വൃദ്ധന്മാരായും മരിച്ചിടുന്നു ചിലരെല്ലാം. ആർക്കുമേ മരണമില്ലാതവരുലകിതിലോർക്കിൽ ഇങ്ങൊരുത്തരില്ലെന്ന് മിക്കതും ചൊല്ലാം. സുതിയാം കാലം മുതലാദിയായി 125 ആണ്ടിലേറെയിൽ ഇരിപ്പാർക്കും മനുഷ്യർക്കഹോ. സത്തൽ പൂർവകർമ്മത്തിന് അവസാന കാലത്ത് മൃത്യു ഭവിക്കുന്നതോ നിജമാതാവിൻ ഉദരത്തിൽ ഉത്ഭവിച്ചപ്പോൾ തന്നെ ധാതാവിൻ നിയോഗം. അത് അന്തരം വരായല്ലോ. ഹേതുവും മരണകാലത്തിങ്കൽ ഓരോ വിധം ജാതനായിടുമ്പോഴേ കൽപ്പിക്കുന്നത്രേ നൂനം. ഇതാണ് ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 1ാമത്തെ അധ്യായത്തിലെ 38ാമത് ശ്ലോകവും അതിന്റെ ഭാഷാ ആവിഷ്കാരവും. ഓം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.